ശനിയുടെയും വ്യാഴത്തിന്റെയും ഒരുമിച്ചുള്ള ഒരു മാറ്റം വളരെ യാദൃശ്ചികമായിട്ടാണ് സംഭവിക്കുന്നത്. 2.5 വർഷം കൂടുമ്പോഴാണ് ശനി രാശി മാറുന്നത്. എന്നാൽ വ്യാഴം ഓരോ വർഷവും രാശി മാറുന്നു. 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വ്യാഴ ശനി സംയോജനം അല്ലെങ്കിൽ വ്യാഴത്തിന്റെയും ശനിയുടെയും മാറ്റം ഒരു മാസം വ്യത്യാസത്തിൽ വരുന്നത്. ഇത് തീർച്ചയായും എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം നവഗ്രഹങ്ങളിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും. ഇവിടെ ധനുരാശിക്കാരുടെ ശനിമാറ്റവും വ്യാഴമാറ്റവും കൂടി ചിന്തിക്കുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ഐശ്വര്യപ്രദമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും വരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചിട്ടുള്ള എല്ലാ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വരുന്നൊരു കാലഘട്ടം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ ധനുരാശിക്കാരുടെ 2ാമത്തെയും 3ാമത്തെയും ഭാവങ്ങളുടെ അധിപനായ ശനി ഇവരുടെ 4ാമത്തെ ഭാവത്തിലേക്കാണ് നീങ്ങുന്നത്. 1, 6, 10 എന്നീ ഭാവങ്ങളിൽ സ്വാധീനം ചെലുത്തും. ഈ സംക്രമം വെല്ലുവിളി നിറഞ്ഞ സന്ദർഭങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ജോലിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ ഈ മാറ്റം കുടുംബത്തിൽ ചെറിയ തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും കുഴപ്പം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ചിട്ടയായ ജീവിതശൈലി പിന്തുടരുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ജൂലൈ, നവംബർ മാസങ്ങളിൽ അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം മതിയാവും. കൂടാതെ ഇവിടെ നമ്മൾ ധനുരാശിക്കാരുടെ വ്യാഴമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ധനുരാശിയിൽ ജനിച്ച ആളുകൾക്ക് വ്യാഴം വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളുടെ രാശിചക്രത്തിന്റെ അധിപൻ എന്നതിന് പുറമെ നിങ്ങളുടെ ഭവനമായ 4ാമത്തെ വീടിന്റെ അധിപൻ കൂടിയാണ്. 7ാം ഭാവത്തിൽ വ്യാഴസംക്രമം സംഭവിക്കുന്നതിനാൽ ഇത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ മാധുര്യം കൊണ്ടുവരും. നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള വഴക്കുകൾ കുറയും. അതേസമയം സ്നേഹം തഴച്ചു വളരും. പരസ്പരം ഉത്തരവാദിത്തബോധവും വിശ്വസ്തതയും ഒക്കെ വർദ്ധിക്കാനുള്ള സമയമാണ് വരാൻ പോകുന്നത്. ബിസിനസ്സിലും നിങ്ങൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കുന്നതാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതാനും പഴയ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ള സാധ്യതകളുണ്ട്. ഭൂമി വാങ്ങാനും ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങി അവിടെ ഗൃഹം നിർമ്മിക്കാനും ഒക്കെ അനുകൂലമായ സാഹചര്യമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വസ്തുവകകൾ വാങ്ങാൻ കഴിയും. വ്യാഴം നിങ്ങളുടെ 11ാമത്തെയും 9ാമത്തെയും 3ാമത്തെയും ഭാവങ്ങളെ കൂടി ദർശിക്കുന്നുണ്ട്. 11ാം ഭാവം എന്ന് പറയുന്നത് സർവ്വ അഭിഷ്ടങ്ങളുടെയും സ്ഥാനമായതിനാൽ കുറെ നാളുകളായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ശീഘ്രഗതിയിൽ നടക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. കൂടാതെ ഇത് യാത്രയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തരും. കൂടാതെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ തീരുമാനം എടുക്കാനുള്ള കഴിവുകൾ ശക്തമാകുക വഴി ജീവിതത്തിൽ അഭിവൃദ്ധി കൈവരും. പ്രത്യേകിച്ച് തൊഴിൽ മണ്ഡലങ്ങളിലൊക്കെ ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള കഴിവുകൾ എല്ലാ കാര്യത്തിലും ഡിസിഷൻ എടുക്കാനൊക്കെ ഉണ്ടാകും. അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിലും ആ തൊഴിൽ മേഖലയിലൊക്കെ ഒരുപാട് ഉയർച്ചയുണ്ടാവും. അതുവഴി സാമ്പത്തിക നേട്ടവും പ്രമോഷനും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഒക്ടോബറിൽ വ്യാഴം 8ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ആഴത്തിലുള്ള ആത്മീയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. കുറച്ച് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നൊരു സമയമാണ് ഈ സമയം. നിങ്ങളുടെ പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്ന് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. ആരോഗ്യകാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പിന്നെ വ്യാഴം ഡിസംബറിൽ പ്രതിലോമ ഘട്ടത്തിലേക്ക് മാറുമ്പോൾ അതും 7ാം ഭാവത്തിലേക്ക് തിരിച്ചു മടങ്ങും. ഇത് ദാമ്പത്യത്തിൽ പരസ്പര യോജിപ്പിന്റെ ചെറിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ധനുരാശിക്കാർക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. വളരെ നല്ല രീതിയിൽ ഈ ഒരു കാലഘട്ടം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്.